നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. PSC നിയമന നിരോധനത്തിൽ PSC ജില്ലാ ഓഫീസിലേക്ക് KSU പ്രവർത്തകരുടെ പ്രതിഷേധം. സമരം സംഘർഷത്തിലെത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കണമെന്ന് NSS. വിശ്വാസത്തെ തകർത്തായിരിക്കരുത് പുരോഗമന ചിന്തയെന്ന് G. സുകുമാരൻ നായർ. പൊൻകുന്നം പുതിയകാവിൽ തിരുവുത്സവത്തിന് ബുധനാഴ്ച കൊടിയേറ്റ്. ഫെബ്രുവരി 23-ന് കുംഭകുടവും തിരുവാറാട്ടും. എല്ലാ ദിവസവും ഉത്സവബലി. 50 നോമ്പിന്റെ വിശുദ്ധ ദിനങ്ങൾക്ക് തുടക്കം. ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ. ഇനി പ്രാർത്ഥനയുടെ ദിനങ്ങൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ PSC നിയമന നിരോധനത്തിൽ പ്രതിഷേധിച്ച് KSU കോട്ടയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്തെ PSC നിയമന നിരോധനത്തിലും വിവിധ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാത്തതിലും പ്രതിഷേധിച്ച് KSU കോട്ടയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് ഓഫീസിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചത് പോലീസുമായി സംഘർഷത്തിന് കാരണമായി. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ DCC വൈസ് പ്രസിഡന്റ് സിന്ധു കുര്യൻ ജോയി ഉദ്ഘാടനം ചെയ്തു. KSU ബ്ലോക്ക് പ്രസിഡന്റ് മാഹിൻ നവാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് യശ്വന്ത് C. നായർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബിൻ മാത്യു തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. 10ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വിശ്വാസത്തെ തകർത്തല്ല പുരോഗമന ചിന്ത ഉണ്ടാകേണ്ടതെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കണമെന്ന് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്ന മുൻ നിലപാട് തിരുത്തണമെന്ന് NSS ആവശ്യപ്പെട്ടു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും ഇതുമായി കൂട്ടിക്കുഴയ്ക്കുന്നില്ല. NSS വിശ്വാസ സംരക്ഷണത്തിൽ ഉറച്ചു നിൽക്കുമെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ പറഞ്ഞു. അത്തരത്തിലൊരു പ്രതീക്ഷ മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലേ? അല്ല, ഞങ്ങൾ അത് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാം. കേന്ദ്ര സർക്കാർ ഇപ്പോഴല്ലേ വന്നേ. തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടായിരിക്കും ഇത്തരത്തിലൊരു അതൊന്നും ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം എനിക്ക് ഈ പ്രശ്നമുള്ളൂ. ഞാൻ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒന്നും ഞാൻ ഇതുമായി കൂട്ടിക്കലർത്തുന്നില്ല. പുരോഗമന ചിന്ത വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല ഉണ്ടാകേണ്ടത്. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തതിന്റെ പേരിൽ നിരപരാധികളായവർക്ക് നേരെയുള്ള കേസുകൾ ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവിലമ്മയുടെ തിരുവുത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. വൈകുന്നേരം 5:30-ക്കാണ് തൃക്കൊടിയേറ്റ്. ഫെബ്രുവരി 23 തിങ്കളാഴ്ച കുംഭഭരണി ദിനത്തിൽ കുംഭകുട നൃത്തവും തിരുവാറാട്ടും നടക്കും. ആശ്രിത വത്സലയും സർവ്വദുരിത സംഹാരകയുമായ പൊൻകുന്നം പുതിയകാവിൽ അമ്മയുടെ ഈ വർഷത്തെ കുംഭഭരണി തിരുവുത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. ബുധനാഴ്ച വൈകിട്ട് 4:30-ക്ക് തൃക്കൊടി എഴുന്നള്ളിപ്പ് നടക്കും. 5:30-ക്ക് ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി ഇടനാട് കുഞ്ഞിപ്പള്ളിയിലും നാരായണൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും കൊടിയേറ്റ് നടത്തും. അന്നേ ദിവസം വൈകുന്നേരം 7 മണിക്ക് NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം ചെയ്യും. രാത്രി 8-ന് പിന്നണി ഗായകൻ സുമേഷ് അയിരൂരിന്റെ
ഗുരുവിന്റെ ഭക്തിഗാനമേള നടക്കും. ഫെബ്രുവരി 19 വ്യാഴാഴ്ച മുതൽ 22-ാം തീയതി ഞായറാഴ്ച വരെ രാവിലെ 10:30 ഉത്സവ ബലിയും 12:30 ഉത്സവ ബലി ദർശനവും നടക്കും. ഫെബ്രുവരി 23 തിങ്കളാഴ്ചയാണ് കുംഭഭരണി. അന്നേ ദിവസം 11 മണി മുതൽ കുംഭകുട നൃത്തവും അഭിഷേകവും ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് 6-ന് ചിറക്കടവ് മഹാദേവ ക്ഷേത്ര ചിറയിൽ തിരുവാറാട്ടം നടക്കുമെന്ന് പുതിയകാവ് ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ദേവീക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുചിതമായ പരിപാടികളാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്നത്. കുറേ വർഷങ്ങളായി, 2-3 പതിറ്റാണ്ടായി അങ്ങനെ നടത്തുന്നത്. ഈ വർഷവും നമ്മൾ അതുപോലെ തന്നെയാണ്. ക്ഷേത്ര കലാരൂപങ്ങളും ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുകൂലമായ പരിപാടികളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. 18-ാം തീയതി വൈകിട്ടാണ് കൊടിയേറ്റ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള നമുക്കറിയാം കുംഭകൂടമാണത്. ഉത്സവത്തിൻ്റെ ആറാട്ടിൻ്റെ തലേ ദിവസമാണ് കുംഭകൂട ഉള്ള പരിപാടി. അതിന് ആറാട്ടിൻ്റെ അന്ന് തന്നെ, അതുപോലെ തന്നെ 6 മേഖലയിൽ നിന്ന് തന്നെ ഈ വർഷവും കുംഭകൂടം വരുന്നുണ്ട്. അതിന് നമ്മുടെ ആറാട്ട് പോകുന്നത് നമ്മുടെ ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത്. തിരിച്ചു വരുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ 3000 പേരടങ്ങുന്ന ഒരു നാമസങ്കീർത്തനം നമ്മൾ ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ടുണ്ട്. തിരുവുത്സവത്തോടനുബന്ധിച്ച് 19-ാം തീയതി ഗായകൻ ജിൻസ് ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനാമൃതവും 20-ന് രാത്രി 7-ന് ഗംഗാ ശശിധരനും സംഘവും അവതരിപ്പിക്കുന്ന ഗംഗാ തരംഗം വയലിൻ ഫ്യൂഷനും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് MS മോഹൻ, PK ബാബുക്കുട്ടൻ നായർ, പ്രവീൺ R നായർ, VR രാധാകൃഷ്ണ കൈമൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. 50 നോമ്പിന്റെ വിശുദ്ധ ദിനങ്ങൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ഇനിയുള്ള ദിനങ്ങൾ പ്രാർത്ഥനയുടെയും വ്രതത്തിന്റെയും ദിനങ്ങളാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക്. 50 നോയമ്പിന് മുന്നോടിയായി ദേവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. പാലാ കത്തീഡ്രലിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേതൃത്വം നൽകി. വിവിധ ദേവാലയങ്ങളിൽ വൈദികർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വിശ്വാസികളുടെ നെറ്റിയിൽ ഭസ്മം പൂശി വിഭൂതി തിരുനാൾ സന്ദേശം നൽകി. തിരുക്കർമ്മങ്ങളിൽ ധാരാളം പേർ പങ്കെടുത്തു. മനുഷ്യജീവന്റെ ക്ഷണികതയും നിസ്സാരതയും പറ്റി ഓർമ്മപ്പെടുത്തുന്നതാണ് വിഭൂതി തിരുനാൾ. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ഉപവാസവും വഴി ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ആത്മീയമായി ഒരുങ്ങുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. നോമ്പുകാലത്ത് എല്ലാ ദിവസവും ദേവാലയത്തിൽ ആഘോഷകരമായ കുരിശിന്റെ വഴി നടത്തപ്പെടും. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാനത്ത് SSLC മോഡൽ പരീക്ഷകൾക്ക് തുടക്കമായി. ആദ്യ ദിനം നടന്ന മലയാളം പേപ്പർ വളരെ എളുപ്പമായിരുന്നുവെന്ന് കുട്ടികൾ പറയുന്നു. മാർച്ച് 5-നാണ് SSLC പൊതുപരീക്ഷ. സംസ്ഥാനത്ത് 10ാം ക്ലാസ്സുകാർ പരീക്ഷാ ചൂടിലേക്ക്. 10ാം ക്ലാസിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പായ മോഡൽ പരീക്ഷയ്ക്ക് തുടക്കമായി. ഈ മാസം 20 വരെയാണ് മോഡൽ പരീക്ഷ. വരാനിരിക്കുന്ന SSLC പരീക്ഷയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് അവരുടെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനായാണ് മോഡൽ പരീക്ഷ നടത്തുന്നത്. മലയാളം പേപ്പറായിരുന്നു ആദ്യ ദിനം. ആദ്യ ദിവസം ടെൻഷനൊന്നും കൂടാതെ കഴിഞ്ഞെന്നും പരീക്ഷ വളരെ എളുപ്പമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് സബ്ജക്റ്റ് മലയാളമായിരുന്നു. എളുപ്പമായിരുന്നു. അതായത് എല്ലാം നല്ല നമുക്ക് A+ വാങ്ങാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. വളരെ എളുപ്പമായിരുന്നു. ഇങ്ങനെ ഒരു ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും A+ വാങ്ങാവുന്നൊരു ഇതാണ്. സാറുമാരുടെയും ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ A+ വാങ്ങാവുന്നതേ ഉള്ളൂ. തന്നെയല്ല, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഈ മാസം 25-നകം തന്നെ വിദ്യാർത്ഥികൾക്ക് കൈമാറണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാർച്ച് 5-നാണ് SSLC പൊതുപരീക്ഷ ആരംഭിക്കുന്നത്. 30-ാം തീയതി അവസാനിക്കും. പരീക്ഷ കഴിഞ്ഞാലുടൻ ഏപ്രിൽ 7 മുതൽ ടാബുലേഷൻ നടപടികൾ പൂർത്തിയാക്കി മെയ് മാസം 8-ഓടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനാണ് പരീക്ഷാ ബോർഡിന്റെ തീരുമാനം. പുതിയ പുസ്തകമായതിനാൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. ഈ വർഷത്തെ SSLC മോഡൽ പരീക്ഷ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ സമഗ്ര പോർട്ടലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത കുട്ടികളെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമാണെന്നുള്ളതാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി. മിക്കവാറും അങ്ങനെ തന്നെയാകാനേ സാധ്യതയുള്ളൂ. ഈ വർഷത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ പുതിയ പുസ്തകമാണ്. പുതുതായിട്ട് കുട്ടികൾ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ടീച്ചേഴ്സ്, നമ്മുടെ ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും വേണ്ട ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്, പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിലാണ് ഇന്നത്തെ പരീക്ഷ കുട്ടികൾ എഴുതിയിരിക്കുന്നത്. കുട്ടികളുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഓരോ വിഷയങ്ങളും കുട്ടികൾക്ക് എളുപ്പമാകും എന്നുള്ള ധാരണയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്.
പൊതുപരീക്ഷയുടെ അതേ മാതൃകയിലുള്ള ചോദ്യപേപ്പർ ആയതിനാൽ സമയക്രമം ശീലിക്കാൻ മോഡൽ പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തണമെന്ന് അധ്യാപകർ പറയുന്നു. രാവിലെയും ഉച്ചയ്ക്കുമായി 20-ാം തീയതി അവസാനിക്കുന്ന തരത്തിലാണ് പരീക്ഷാ ടൈം ടേബിൾ. മലയാള ഭാഷയിൽ തുടങ്ങി ഗണിതത്തിൽ അവസാനിക്കുന്ന വിധത്തിലാണ് ടൈം ടേബിൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണിമല മേജർ കുടിവെള്ള പദ്ധതി അട്ടിമറിച്ചതിനെതിരെ BJPയുടെ ജനകീയ സമരം. കറുത്തമഞ്ഞാടിയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച വാട്ടർ ടാങ്കിന്റെ ചുവട്ടിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് പദ്ധതിക്ക് വിനയായതെന്ന് BJP ആരോപിക്കുന്നു. മണിമല മേജർ കുടിവെള്ള പദ്ധതി അട്ടിമറിച്ചതിനെതിരെ BJP ചെറുവള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവള്ളി അമ്പലം ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം നടത്തി. കറുത്തമഞ്ഞാടിയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച വാട്ടർ ടാങ്കിന്റെ ചുവട്ടിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. പ്രകടനത്തിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായി. വർഷങ്ങളായി കുടുംബത്തു നിന്നും 2 പേർ തുടർച്ചയായി MLA ആയി ഭരിച്ച നാട്ടിൽ ഒരു കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാത്ത MLA ഇപ്പോൾ അങ്ങനെയൊരു കുടിവെള്ള പദ്ധതി പോലും ഇല്ല എന്ന് കള്ളം പറയുന്നത് വളരെ ദയനീയമാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജ് പറഞ്ഞു. കുടിവെള്ള പദ്ധതിക്കായി കറുത്തമഞ്ഞാടിയിൽ നിർമ്മിച്ച ടാങ്കിന് ചുവട്ടിൽ കുടിവെള്ള പദ്ധതിക്കായി 97.5 ലക്ഷം അനുവദിച്ചു എന്ന് അണികളെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് MLA ചെയ്യുന്നതെന്നും P. ശ്യാംരാജ് കുറ്റപ്പെടുത്തി. 30 കൊല്ലം മുമ്പ് അദ്ദേഹം 35 വർഷമായിട്ട് ശ്രീ ജയരാജ് ഈ നാട്ടിലെ MLA ആണ്. അതിനും 10 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടുത്തെ MLA ആണ്. ആ കാലഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന ഒരു വാട്ടർ ടാങ്കിന്റെ പദ്ധതി, ആ പദ്ധതി ഈ നാട്ടിലെ വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു സമയത്ത് അത്തരത്തിലൊരു പദ്ധതി പോലും ഇല്ല എന്ന് കള്ളം പറയണമെങ്കിൽ ഇതുപോലത്തെ MLA-മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MLA ഇല്ല എന്ന് പറഞ്ഞ അതേ പദ്ധതിക്ക് കീഴെ വന്നിട്ട് പാർട്ടി പ്രവർത്തകരെ കൊണ്ട് 95.97 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിപ്പിക്കണമെങ്കിൽ ആ MLA-ക്ക് ചില്ലറ ഉളുപ്പൊന്നും പോരാ. BJP ചെറുവള്ളി ഏരിയ പ്രസിഡന്റ് ജിൻസ് നല്ലേപ്പറമ്പിൽ അധ്യക്ഷനായി. BJP മേഖലാ പ്രസിഡന്റ് N. ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് VN മനോജ്, ജയ ബാലചന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി G. ഹരിലാൽ, മണ്ഡലം പ്രസിഡന്റ് വൈശാഖസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് മണിമല മേജർ കുടിവെള്ള പദ്ധതിക്ക് വിനയായതെന്ന് ജില്ലാ സെക്രട്ടറി G. ഹരിലാൽ പറഞ്ഞു. ഏകദേശം 30 വർഷക്കാലം മുമ്പ് RSPയുടെ നേതാവ് പ്രേമചന്ദ്രൻ ജലസേചന മന്ത്രിയായിരിക്കുന്ന സമയത്താണ് മേജർ മണിമല കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. അന്ന് വളരെ പ്രതീക്ഷയോടുകൂടി അവതരിപ്പിച്ച ഒരു വലിയ പദ്ധതിയാണ് മണിമല കുടിവെള്ള പദ്ധതി. കാരണം നമ്മുടെ നിയോജകമണ്ഡലത്തിലെ 5 വില്ലേജുകളിലുള്ള കുടിവെള്ളക്ഷാമം പൂർണ്ണമായിട്ടും പരിഹരിക്കാവുന്ന രീതിയിലാണ് അന്ന് മണിമല കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. LICയുടെയും ലോകബാങ്കിൻ്റെയും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് അന്ന് ഈ മണിമല കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. പക്ഷേ അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട്, ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു പദ്ധതി അന്ന് പൂർണ്ണമായിട്ടും ആ സമയത്ത് തുടക്കത്തിന്റെ വേഗത പിന്നീട് അങ്ങോട്ട് ഒരു കാലത്തും ഈ ഒരു പദ്ധതിക്ക് ലഭിച്ചിട്ടില്ല. വാർഡ് മെമ്പർമാരായ അഭിലാഷ് ബാബു, സുമിത മോഹൻ, വിഷ്ണു S. നായർ, ലതാ ശ്രീകുമാർ, സൗമ്യ പ്രസാദ് തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം പ്രസ് സെന്ററിന്റെ പുതിയ ഹാൾ കലാക്ഷേത്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS. മോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് സെന്റർ പ്രസിഡന്റ് S. ബിജു അധ്യക്ഷനായി. ചിറക്കടവ പഞ്ചായത്ത് പ്രസിഡന്റ് TN. ഗിരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി മീഡിയ സെന്റർ പ്രസിഡന്റ് രതീഷ് മറ്റത്തിൽ, പൊൻകുന്നം പ്രസ് സെന്റർ ട്രഷറർ മോഹൻ പുതുപ്പിള്ളാട്ട്, സുമിമോൾ PB, VG രാജു, TS. സുജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മെഡ്പ്ലസിന്റെ പൊൻകുന്നം ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്ത് 5000-ലേറെ ശാഖകളുണ്ട്. മരുന്നുകൾ 15 മുതൽ 20% വരെ വിലക്കുറവിൽ ലഭിക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TN. ഗിരീഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ മോളിക്കുട്ടി തോമസ്, ഷാക്കി സജീവ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടോമി ഡൊമിനിക്, സുമേഷ് ആൻഡ്രൂസ്, കമ്പനി മാർക്കറ്റിംഗ് മാനേജർ ജോബിൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊൻകുന്നം പോലീസ് സ്റ്റേഷന് എതിർവശത്തായാണ് മെഡ്പ്ലസ് ഫാർമസ്യൂട്ടിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള മരുന്നുകൾ, ഒരുപാട് ആക്ഷേപങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മീഡിയയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ക്രെഡിബിലിറ്റിയും അതിൻ്റെ സുതാര്യതയും ഒക്കെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ രംഗത്തൊക്കെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നല്ല നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച മെഡ്പ്ലസിൻ്റെ ഒരു പുതിയ ഷോപ്പ്, പുതിയ ഫ്രാഞ്ചൈസിയുടെ തുടങ്ങുമ്പോൾ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു നല്ല സംവിധാനമായി ഇത് മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
PSC നിയമന നിരോധനത്തിൽ PSC ജില്ലാ ഓഫീസിലേക്ക് KSU പ്രവർത്തകരുടെ പ്രതിഷേധം. സമരം സംഘർഷത്തിലെത്തി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കണമെന്ന് NSS. വിശ്വാസത്തെ തകർത്തായിരിക്കരുത് പുരോഗമന ചിന്തയെന്ന് G. സുകുമാരൻ നായർ. പൊൻകുന്നം പുതിയകാവിൽ തിരുവുത്സവത്തിന് ബുധനാഴ്ച കൊടിയേറ്റ്. ഫെബ്രുവരി 23-ന് കുംഭകുടവും തിരുവാറാട്ടും. എല്ലാ ദിവസവും ഉത്സവബലി. 50 നോമ്പിന്റെ വിശുദ്ധ ദിനങ്ങൾക്ക് തുടക്കം. ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ. ഇനി പ്രാർത്ഥനയുടെ ദിനങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.